പറയുമ്പോൾ വേൾഡ് കപ്പ് ഓർമ്മ എന്ന് പറയുന്നത് 86-നെ പറ്റി പറഞ്ഞു കേട്ട ഓർമ്മയുള്ളൂ. മറഡോണ കപ്പടിച്ചതും അർജന്റീന കഥയുമാടെ പിന്നെ ഞങ്ങളെ അമ്മാവന്മാർ ഇതിൻ്റെ വീര കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ അർജന്റീന ആരാധകരാവുന്നത്. ശേഷം 90 എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേട്ടുകേൾവി, ചെറുതായിട്ട് ഇങ്ങനെ ചില ഗ്ലിംസസ് അതൊക്കെ ഓർമ്മയുള്ളൂ. 94 ആകുമ്പോഴത്തേക്ക് കളി കാണാൻ തുടങ്ങി. ഈ 90-ൽ തോറ്റതിൻ്റെ, 94-ൽ തോറ്റതിൻ്റെ, 98 ആകുമ്പോഴത്തേക്ക് സീരിയസ്ലി അർജന്റീന ഫാനായി. അപ്പോഴും പരാജയം. 2002 അപ്പോഴും പരാജയം. 2006-ൽ പരാജയം. 10-ൽ പരാജയം. 14-ൽ തൊട്ടടുത്ത് വരെ എത്തി. ഗോഡ്സേയുടെ ഗോള് എല്ലാവരും പറഞ്ഞ് അർജന്റീനയുടെ നെറ്റ് തുളച്ചുള്ളി കയറി. ഞങ്ങളുടെ ഹൃദയം തുളച്ച ലാസ്റ്റ് അല്ലേ, പിന്നെ എക്സ്ട്രാ ടൈമിലെ ഗോൾ വന്നിട്ട്. അപ്പം 2018-ലെ തിരിച്ചടി. അപ്പോൾ അത്രയും തിരിച്ചടികൾ ഉണ്ടായിട്ട് ഞങ്ങൾ കടുത്ത അർജന്റീന ആരാധകരായിട്ട് തുടർന്നതിൻ്റെ റിസൾട്ടായിരുന്നു 2022-ൽ. ഈ വേൾഡ് കപ്പിൻ്റെ ഒരു സുഖം പറയട്ടെ, ടെൻഷൻ ഇല്ലാതെ കളി കാണുന്ന വേൾഡ് കപ്പ്. ഇതിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ നാട്ടിലും ഇങ്ങനെ തുടർച്ചയായി തോക്കുന്നു. അപ്പോൾ ഒരുപാട് പരിഹാസം കേട്ടാലും അർജന്റീനയ്ക്കൊപ്പം ഉറച്ചു നിന്ന്. എൻ്റെ പൊന്നെ, കഴിഞ്ഞ കളിയുടെ ആദ്യത്തെ കളി കാണാൻ പോയി. ആ സൗദി അറേബ്യക്കെതിരെ തോക്കുന്ന ആരെങ്കിലും കണ്ടോ? ആ കളിയുടെ ഇടയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് പിന്നെ ഗാലറിയിൽ വെക്കുന്ന അർജന്റീന ജേഴ്സിക്കുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ കളി നോക്കുന്നത് അപ്പുറത്തുള്ള ഒരു കളിയാക്കുന്ന ഫോട്ടോ. വീട്ടിൽ വെൽറാം ഉൾപ്പെടെ ഞങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ട് വെറുതെ എല്ലാന്നും പറഞ്ഞിട്ട് അതിനെ ട്രോൾ ചെയ്താൽ. പക്ഷേ ആ വേൾഡ് കപ്പിൻ്റെ അവസാനം എന്താണ്?